ഹലോ, വെൽക്കം ബാക്ക് ടു ടാരോ വിത്ത് അനല. ഇന്ന് നമ്മൾക്ക് ഒരു കരിയർ റീഡിംഗ് ചെയ്യാം. നിങ്ങളുടെ കരിയറിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്ത് അഡ്വൈസാണ് സ്പിരിറ്റ് ഗൈഡ്സ് ഈ സമയത്ത് നിങ്ങൾക്ക് നൽകുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പുതിയൊരു ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിലും ഇപ്പോൾ ഓൾറെഡി ജോലിയിൽ ഇരിക്കുന്നവരാണെങ്കിലും കരിയർ പാത്ത് മാറാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും എല്ലാവർക്കും ഈ ഒരു റീഡിങ് റെസനേറ്റ് ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വിട്ട് കളയുക. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് കറൻറ്റ് കരിയർ എനർജിയാണ്. നിങ്ങളുടെ കരിയറിൽ ഇപ്പോൾ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. മൂൺ കാർഡാണല്ലോ, ആകെ കൺഫ്യൂഷനാണ്. തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, കുറേ പേടികളുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ കരിയർ ചേഞ്ചിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലി കളഞ്ഞിട്ട് അതിന് പുതിയൊരു ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നവരായിരിക്കാം ഒരു പക്ഷേ. അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ലൈഫിൽ കരിയറിലാകെ കൺഫ്യൂഷനായിരിക്കും. ഇവിടെ തന്നെ നിൽക്കണോ അതോ വേറെ മാറണോ, വിട്ട് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് പുതിയ ജോലി കിട്ടുമോ, അങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻസും പേടികളും ഉള്ളതായിട്ടാണ് കാണുന്നത്. ഇതാണ് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനായിട്ട് വന്നിട്ടുള്ളത്. എന്താണ് ഇപ്പോൾ നിങ്ങളെ ഈ ഒരു സിറ്റുവേഷനിൽ എത്തിച്ചിരിക്കുന്ന ഫാക്ടർ എന്ന് നോക്കാം. വാട്ട് കോസ്റ്റ് ദിസ്? 4 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ നിങ്ങൾ ഒന്ന് വിട്ട് കളഞ്ഞിട്ട് മറ്റൊന്നിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ചേഞ്ചിനുള്ള സമയമായിട്ടുണ്ട്, നിങ്ങൾ ആ ചേഞ്ചിന് വേണ്ടി തയ്യാറാവുന്നില്ല. എന്തോ ഒന്ന് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു കൺഫ്യൂഷനാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. എന്താണ് ഇപ്പോൾ ലൈഫിൽ നിന്ന് നിങ്ങൾക്കിപ്പോൾ വിട്ട് കളയേണ്ടത്, വിട്ടു പോകേണ്ടത് എന്താണ് എന്ന് നോക്കാം. സ്ട്രെങ്ത് ആണ്. അപ്പോൾ നിങ്ങൾ കാര്യങ്ങളെ ഒരു പരിധി കഴിഞ്ഞ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ സമയത്ത് നിർത്തണം. ഇത്രയും നാളും ഒരുപക്ഷെ നിങ്ങളുടെ കൺട്രോളിലായിരുന്ന ചില കാര്യങ്ങൾ ഇപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് പോകുന്നുണ്ടായിരിക്കാം. അതിന് നിങ്ങൾ അനുവദിക്കുക. നിങ്ങളുടെ ഒരു ഈഗോ കാരണം നിങ്ങൾക്ക് ഒരുപക്ഷെ അതിന് സാധിക്കുന്നുണ്ടാവില്ല. ഇത്രയും നാളും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്, ഇപ്പോൾ ഇതെൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു എന്നുള്ളത് നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ആ എനർജി ആക്ച്വലി നിങ്ങളിപ്പോൾ വിട്ട് കളയേണ്ടതാണ്. ഇവിടെയും ആ ഒരു എനർജി തന്നെയാണ് വന്നിട്ടുള്ളത്. 4 ഓഫ് പെൻറ്റക്കിൾസ്. ഈ സ്ത്രീ ഇത് കണ്ടോ, അവരുടെ ഒരു ബാഗ് കയ്യിൽ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അതവർക്ക് വിട്ടുകൊടുക്കാൻ ഇഷ്ടമില്ല. അവരുടെ എന്തോ വിലപ്പെട്ട കാര്യങ്ങൾ അതിലുണ്ട് എന്നാണ് അവർ വിചാരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ 2 കാർഡ് തമ്മിൽ നമുക്ക് നല്ല കണക്ഷൻ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൺട്രോൾ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ പേടിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് കരിയറിൽ എന്ന് കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് ലൈഫിൽ പുതിയതായിട്ട് എൻ്റർ ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മളെപ്പോഴും ഓർക്കണം, ലൈഫിൽ പുതിയ കാര്യങ്ങൾ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകും. അത് വിട്ട് കളഞ്ഞാൽ മാത്രമേ പുതിയത് ലൈഫിലേക്ക് വരുള്ളൂ എന്നുള്ള കാര്യം എപ്പോഴും ഓർക്കണം. 6 ഓഫ് കപ്സ്. ഇതാണ് പുതിയതായിട്ട് വരുന്ന ഒരു പഴയ കണക്ഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഒരു പക്ഷേ ഒരു പുതിയ പഴയ ഫ്രണ്ട് വഴി നിങ്ങൾക്ക് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കാം. അവർ ഒരു പുതിയ ജോലി സ്ഥലത്തേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഒരു പഴയ ഫ്രണ്ടുമായിട്ട് ചേർന്ന് നിങ്ങൾ പുതിയ പാർട്ട്ണർഷിപ്പിൽ എന്തോ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു പഴയ ഫ്രണ്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഒരു പഴയ കണക്ഷൻ നിങ്ങൾക്കിവിടെ ആക്ടിവേറ്റ് ആയിട്ട് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു അവസരത്തിൽ മറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. ഡെത്ത് കാർഡാണ് കേട്ടോ. ഇതൊരു മേജർ അർക്കാന കാർഡാണ്. നിങ്ങൾക്ക് വരുന്നത് ഒരു വലിയൊരു ചേഞ്ചാണ്, മാനസികമായിട്ടുള്ള ഒരു ചേഞ്ച്. ഒരു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിങ്ങൾക്ക് വിട്ടുകൊടുക്കാനുള്ള മനസ്സില്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു എനർജി, അതായത് ലെറ്റ് ഗോ ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്ക് റെഡി ആയിട്ട് വരുന്നുണ്ട്. കുറേ നാളായിട്ട് നിങ്ങൾക്ക് ആ ഹോൾഡ് ഓൺ ചെയ്ത് വെക്കുന്നത് നമുക്ക് ഭയങ്കര സ്ട്രെയിനാണത് അല്ലേ. എല്ലാ രീതികളിലും നോക്കണം, ഇതെൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകാതെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ആലോചിച്ചുകൊണ്ടേ ഇരുന്ന് നിങ്ങൾ ഡ്രെയിനായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് വേണ്ട, പോകുന്നത് പോട്ടെ. എൻ്റെ കയ്യിൽ നിൽക്കാത്തത് അതിനെ നമുക്ക് യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കാം, മരുന്നെടുത്ത് വെച്ച് കാണാം, അത് വിട്ട് കളയാം എന്നുള്ള ഒരു ചേഞ്ചാണ്. ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നിങ്ങൾക്ക് വരുന്നത്. കാരണം ചില കാര്യങ്ങൾ വിട്ടുകളഞ്ഞാൽ മാത്രമേ ലൈഫിലേക്ക് പുതിയ കാര്യങ്ങൾ വരികയുള്ളൂ. ആ ഒരു തിരിച്ചറിവോടുകൂടി നിങ്ങളതിനെ വിട്ടുകളയാനായിട്ട് ശ്രമിക്കുകയാണ്. അതിനുള്ള ഒരു മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ എടുക്കുകയാണ് എന്ന് കാണുന്നുണ്ട്. വെരി ഗുഡ് എനർജി. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന മെയിൻ ചാലഞ്ച് എന്തായിരിക്കും നോക്കാം. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ചാലഞ്ച് 2 ഓഫ് പെൻറ്റക്കിൾസ്. സെയിം എനർജിയാണ് കേട്ടോ.
രണ്ട് കാര്യങ്ങൾ ഒരേ സമയം നിങ്ങൾക്ക് രണ്ടും വേണം. അത് രണ്ടും കൂടി നടക്കില്ല. ഏതെങ്കിലും ഒന്ന് വിട്ട് കളഞ്ഞേ പറ്റുള്ളൂ. പക്ഷേ അതിനുള്ള ഒരു സ്ട്രഗിൾ നല്ല രീതിക്ക് നടക്കുന്നുണ്ട്. പക്ഷേ ഫൈനലി നിങ്ങൾക്ക് വരാൻ പോകുന്നത് മനസ്സമാധാനമാണ്. നിങ്ങളത് വിട്ടുകൊടുക്കാനായിട്ട് നിങ്ങൾ തീരുമാനിക്കും. കയ്യിൽ നിൽക്കാത്തത് പോട്ടെ, ഇതിൽ നിന്ന് ഒരെണ്ണം ഞാൻ ചൂസ് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നിങ്ങളെത്തും. ഇപ്പോൾ അങ്ങനെ അല്ലെങ്കിലും ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു 3 മാസത്തിനുള്ളിൽ ഈ ഒരു ചേഞ്ച് നിങ്ങൾക്ക് എന്തായാലും, ആ ഡെത്ത് കാർഡിൻ്റെ ചേഞ്ച് നിങ്ങൾക്ക് എന്തായാലും വരുമെന്ന് കാണുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾ എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് നോക്കിയാലോ. ഇപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ക്വീൻ ഓഫ് കപ്സ്. നിങ്ങളുടെ ഇമോഷൻസിനെ ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞു ഇവിടെ നിങ്ങൾക്ക് ഭയങ്കര മാനസികമായിട്ടുള്ള സ്ട്രെസ്സും സ്ട്രെയിനും നല്ല രീതിക്ക് ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അത് നിങ്ങൾ ഒന്ന് അയച്ചു വിടുക. ചില സിറ്റുവേഷൻസ് നമുക്ക് ലൈഫിൽ വരുമ്പോൾ അങ്ങനെ എളുപ്പത്തിൽ പറയുന്ന പോലെ എളുപ്പത്തിൽ വിട്ട് കളയാൻ പറ്റില്ലായിരിക്കും. പക്ഷേ അഫർമേഷൻസ് കൊണ്ടോ മെഡിറ്റേഷൻ ചെയ്തിട്ടോ നിങ്ങളുടെ മൈൻഡിൻ്റെ കൺട്രോൾ നിങ്ങൾ കയ്യിലെടുക്കുക. ഓക്കെ, വിട്ടുപോകുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ ഓർത്തിങ്ങനെ ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. അത് നിങ്ങളുടെ നല്ലതിനാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. നല്ലൊരു എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത്, ഒരു ട്രാൻസ്ഫോർമേഷനാണ് വരുന്നത്. അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ ഒരു കുറച്ച് നാൾ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും അതിനുശേഷം നല്ലൊരു അവസരം കരിയറിൽ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു ഇഷ്ടപ്പെട്ടൊരു കാര്യത്തെ നോക്കി ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു എനർജിയാണ്. അതൊന്ന് വിട്ടുകളയാം നിങ്ങൾ. ഓക്കെ, ഇനി എന്താണ് ലൈഫിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത്? ഈ സമയത്ത് എന്താണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സൺ കാർഡാണ്. ഓക്കെ, നമുക്ക് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ എടുക്കാം. ക്ലാരിഫിക്കേഷൻ ഫോർ സൺ കാർഡ്, പേജ് ഓഫ് സ്വാർഡ്സ്. ഓക്കെ, നിങ്ങൾക്ക് ഓവർ തിങ്കിങ്. ഈ സൺ കാർഡ് പൊതുവേ ഹീലിങ്ങിൻ്റെ കാർഡാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഈ പേജ് ഓഫ് സ്വാർഡ്സ് വന്ന് കണ്ടോ, ഇതൊരു ഓവർ തിങ്കിങ്ങിനെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജി, അത് സെയിം തന്നെയാണ് വന്നിട്ടുള്ളത്. അനാവശ്യമായിട്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു പരിധിയിൽ കവിഞ്ഞ് ചിന്തിക്കുക. എനിക്ക് തന്നെ കൺട്രോൾ വേണം എന്നുള്ള ആ നിർബന്ധം, അതൊക്കെ നിങ്ങൾ ഒഴിവാക്കി വിടേണ്ടതാണ് ഈ സമയത്ത്. ഒരേ ഒരു മീനിങ് തന്നെയാണ് റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് എന്ത് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ആണ് നിങ്ങളുടെ മേൽ ഈ സമയത്ത് ഉള്ളത് എന്ന് നോക്കാം. പുറത്തു നിന്ന് എന്ത് ഇൻഫ്ലുവൻസ് ആണ് നിങ്ങൾക്കുള്ളത്? 8 ഓഫ് പെൻറ്റക്കിൾസ്. ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു നിർബന്ധം, അല്ല അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു പ്രഷർ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ പൈസ കൂടുതൽ ആവശ്യമുള്ള സമയമായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു ജോലി നിങ്ങൾക്ക് ഒരു തരത്തിലും വിട്ടുകളയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. അതുകൊണ്ട് കുറച്ച് ഹാർഡ് വർക്കിൻ്റെ സമയമാണ് ഇത്. നിങ്ങൾ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ അച്ചീവ്മെൻറ്റ്സ് നിങ്ങളെ എന്താ പറയുക ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കാം. ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടും അവരുടെ ഒപ്പം എത്താൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമം നിങ്ങൾക്കുണ്ടായിരിക്കാം. നിങ്ങൾക്കൊരു പ്രഷറായിട്ട് വരികയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്ത് മുന്നേറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നിങ്ങളുടെ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ്. മറ്റുള്ളവർ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അവരുടെ ഹാർഡ് വർക്ക് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നിങ്ങളും അവരെ പോലെ ആവാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് കാണാം. ഈ ഒരു സിറ്റുവേഷനിൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു 3 മന്ത്സിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നത് നോക്കാം. ചാരിയറ്റാണ്, വെരി പോസിറ്റീവ് എനർജി. ലൈഫിൽ മൂവ്മെൻറ്റ് വരാൻ പോവുകയാണ്. നിങ്ങളുടെ കരിയറിൽ കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ് വരാൻ പോകുന്നുണ്ട്. ഒരു ദിശാബോധം, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 2 കാര്യങ്ങൾ വെച്ചിട്ട് ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലത് വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് വയ്യ. ആ ഒരു മാറ്റം കഴിഞ്ഞിട്ട് ഈ ഡെത്ത് കാർഡിൻ്റെ എനർജി നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് മാനസികമായിട്ട് പ്രിപ്പയർ ആവും. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി വരുന്നുണ്ട്, അതാണ് ഈ ചാരിയറ്റ് കാർഡ് സൂചിപ്പിക്കുന്നത്. ഇതൊരു യാത്രയുടെ കാർഡാണ്, ദിശാബോധത്തിൻ്റെ കാർഡാണ്. ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയും എന്ന് സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. അതാണ് നിങ്ങൾക്ക് 3 മാസത്തിനുള്ളിൽ വരാൻ പോകുന്നത്. പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. ബി ഹാപ്പി. ഇനി സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഈ സമയത്ത് എന്ത് അഡ്വൈസാണ് നമുക്ക് വരുന്നത് നോക്കാം. 6 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ടത് കൊടുക്കൽ വാങ്ങലുകൾ കൃത്യമായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ എന്താണോ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. എന്താണ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നുള്ള ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. നമുക്കൊരു ഏഞ്ചൽ ഗൈഡൻസ് കൂടി എടുത്താലോ. ഇപ്പോൾ ടാരോ ഗൈഡൻസ് ആണ് ഇപ്പോൾ നമ്മൾ എടുത്തത്. നമുക്ക്
ഈ സമയത്ത് ഏഞ്ചൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഈ ഒരു കാർഡാണ് നമുക്ക് വന്നിട്ടുള്ളത്. എ ഇയർ ഫ്രം നൗ. നിങ്ങൾ എന്താണോ വലിയൊരു ചേഞ്ച് നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങൾ കരിയറിൽ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എ ഇയർ ഫ്രം നൗ, ഒരു വർഷത്തിനുള്ളിലാണ് അത് സംഭവിക്കാൻ പോകുന്നത്. അതാണ് അതിൻ്റെ ഒരു ടൈമിംഗ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഇതിൽ ടൈമിംഗ് കാർഡ്സ് ഉണ്ട്, അല്ലാത്ത ഗൈഡൻസ് കാർഡുകളുണ്ട്. ഞാൻ എല്ലാം കൂടി ചേർത്താണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ള കാർഡ് എന്ന് പറയുന്നത് എ ഇയർ ഫ്രം നൗ ആണ്. ഓക്കെ, നമുക്ക് ഇനി കരിയർ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു 1-2 കാർഡ്സ് കൂടി എടുക്കാം. ആരെങ്കിലും ഉള്ള ജോലി നിർത്തിയിട്ട് വേറെ ജോലി നോക്കാനോ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ അതിൽ സൈഡ് ഹസിൽ തുടങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്താണ് ഈ സമയത്ത് യൂണിവേഴ്സിൽ നിന്നുള്ള ഗൈഡൻസ് എന്ന് നോക്കാം. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഓപ്പർച്യൂണിറ്റീസ് തീർച്ചയായിട്ടും വരുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. തീർച്ചയായിട്ടും പോസിറ്റീവ് എനർജിയാണ്. നിങ്ങൾ എന്ത് സ്കില്ലാണ് ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ പുതിയ സ്കിൽസ് പഠിക്കണമല്ലോ. അതിൽ ഏത് സ്കില്ലാണ് നിങ്ങൾ ഏറ്റവും അത്യാവശ്യമായിട്ട് മാസ്റ്റർ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാർഡല്ല വന്നിട്ടുള്ളത്. ഇമോഷണലി മൂവ് ഓൺ ചെയ്യാനായിട്ട് ഈ സമയത്ത് പഠിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഒക്കെ വന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ പിന്നിൽ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അത് ഉപേക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ള ആ സ്കില്ല്, അതൊരു ലൈഫ് സ്കില്ലാണ്, കരിയറിലല്ല അത് വരുന്നത്. ആ ലൈഫ് സ്കില്ലാണ് ഈ സമയത്ത് നിങ്ങൾ മാസ്റ്റർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള എന്നാൽ നിങ്ങളെ സെർവ് ചെയ്യാത്തതായിട്ടുള്ള, നിങ്ങൾക്ക് ഗുണം ചെയ്യാത്തതായിട്ടുള്ള കാര്യങ്ങൾ വിട്ട് കളഞ്ഞിട്ട് ലൈഫിൽ മൂവ് ഓൺ ചെയ്യാനായിട്ട് ഈ സമയത്ത് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇത് വിട്ട് കളയാതിരിക്കുക, കാരണം ആ എനർജി റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഫിനാൻസസുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഈ സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കാം. കരിയറും ഫിനാൻസും എപ്പോഴും റിലേറ്റഡ് ആയിട്ടാണല്ലോ വരുന്നത്. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ യുവർ ഫിനാൻസസ് റൈറ്റ് നൗ? പേജ് ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പുതിയ ഒരു സർഗാത്മകത, പുതിയൊരു എനർജി. നമ്മൾ നേരത്തെ ഒരു 6 ഓഫ് കപ്സും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ ആളുകൾ ലൈഫിലേക്ക് വരുന്നുണ്ട്, പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യാതിരിക്കുക, അതുവഴി നിങ്ങൾക്ക് പുതിയ ഫിനാൻസസിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ഇപ്പോൾ ഫിനാൻസസിൽ നിങ്ങൾ അനുഭവിക്കുന്ന ബ്ലോക്ക് എന്ന് നോക്കാം. എന്താണ് ബ്ലോക്ക് ആയിട്ടുള്ളത്? ഇതിനെ 2 രീതിയിൽ ഇൻ്റർപ്രിറ്റ് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾ റിസ്ക് എടുക്കാനായിട്ട് പോകുന്നുണ്ട്, ഫിനാൻഷ്യലി നിങ്ങൾ റിസ്ക് എടുക്കാൻ പോകുന്നുണ്ട്. റിസ്ക് എടുക്കാൻ പോകുന്നവരാണെങ്കിൽ സൂക്ഷിക്കുക. ഇനി അതല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിൽക്കാത്ത കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ യൂണിവേഴ്സിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഈ കാർഡിന് 2 മീനിങ്ങും പറയും. നിങ്ങളുടെ ജനറൽ റീഡ് ആയതുകൊണ്ട് ഞാൻ 2 മീനിങ്ങും പറയാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എടുക്കുക. ഇതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ബ്ലോക്കായിട്ട് വന്നിട്ടുള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾ അമിതമായിട്ട് റിസ്ക് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നില്ല, നിങ്ങളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതല്ല ചെയ്യേണ്ടത്, ലീവ് ഇറ്റ്. ഓക്കെ, ഈ ബ്ലോക്ക് മാറാനായിട്ട് എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? ഫിനാൻസിലുള്ള തടസ്സങ്ങൾ മാറാൻ വേണ്ടിയിട്ട് എന്ത് എനർജിയാണ് നിങ്ങൾ ലൈഫിലേക്ക് ഇപ്പോൾ കൊണ്ടുവരേണ്ടത് എന്ന് നോക്കാം. 3 ഓഫ് പെൻറ്റക്കിൾസ്. പുതിയ സ്കിൽസ് പഠിക്കുക, പുതിയ കോഴ്സസ് ചെയ്യുക, സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുക, പുതിയ ഇൻകം സോഴ്സസ് കണ്ടുപിടിക്കുക. അങ്ങനെയൊക്കെയുള്ളൊരു മീനിങ് ആണ് കേട്ടോ. നമ്മൾ ഫിനാൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയും ചുരുങ്ങി ജീവിക്കണമെന്ന് പറയും. അത് നല്ലത് തന്നെയാണ് ചുരുങ്ങുക. പക്ഷേ ചുരുങ്ങുന്നതിന് എപ്പോഴും നമുക്ക് എന്തുണ്ട്, ഒരു പരിധിയുണ്ട്. അതിൽ കൂടുതൽ നമുക്ക് ചുരുങ്ങാൻ പറ്റില്ല. കാരണം നമുക്ക് എല്ലാ ദിവസവും ആവശ്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇൻകം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുക, സൈഡ് ഹസൽസ് കണ്ടുപിടിക്കുക. പക്ഷേ ഒരുപാട് പൈസ ഇറക്കിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഈ സമയത്ത് ചെയ്യേണ്ട, മാറി നിൽക്കുക. അതല്ലാതെ നിങ്ങളുടെ ടൈമും നിങ്ങളുടെ സ്കില്ലും ഉപയോഗിച്ചിട്ടുള്ള സൈഡ് ഹസൽ വേണം ഈ സമയത്ത് ഫോക്കസ് ചെയ്യാനായിട്ട്. കാരണം ഫിനാൻഷ്യലി അത്ര പോസിറ്റീവായിട്ടുള്ളൊരവസ്ഥയല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, സൂക്ഷിച്ച് മാത്രം ചെയ്യുക. ഇൻകം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നേരത്തെ 1 ഇയർ ഫ്രം നൗ എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. 1 ഇയർ ഫ്രം നൗ എന്താണ് മൊത്തത്തിൽ പ്രതീക്ഷിക്കാവുന്നത് എന്ന് നോക്കാം. മജീഷ്യൻ കാർഡ്. ഇത് മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതിപ്പോൾ കരിയറിലായാലും ഫിനാൻസിലായാലും നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. പക്ഷേ കുറച്ച് ക്ഷമ വേണം. കാരണം ഇത് ഒരു വർഷത്തിനുള്ളിലാണ് സംഭവിക്കുക. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി
മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള റിസോഴ്സസും ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. അത് കൃത്യമായിട്ട് യൂസ് ചെയ്യാത്തൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. പുതിയ സ്കിൽസ് പഠിക്കുക, റിസ്കുകൾ എടുക്കുമ്പോൾ സൂക്ഷിക്കുക, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുക. ഇങ്ങനെയുള്ള ഒരു ഗൈഡൻസ് ആണ്. ഓക്കെ, ഈ എനർജി തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ പേരും ഈ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യുന്നു എന്നുള്ള കാര്യവും തീർച്ചയായിട്ടും കമൻസിൽ മെൻഷൻ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.